ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എജുപോർട്ട്. മൈസെൽഫ് അബ്ദുൽ ഷുക്കൂർവി. ഞാൻ നീറ്റ് 2021 720 701 സ്കോർ നേടി ഇപ്പോൾ ഞാൻ എയിംസ് ഡൽഹിയിൽ കറൻ്റ്ലി 5th സെമസ്റ്റർ MBBS വിദ്യാർത്ഥിയാണ്. ഞാൻ എജുപോർട്ടിൽ നീറ്റ് ബാച്ചിന് സൂപ്പർമെൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇട്ടത് ഞാൻ ഫിസിക്സും ഓർഗാനിക് കെമിസ്ട്രിയുമാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടുതൽ രണ്ട് വീഡിയോക്കും അടിയിൽ വന്ന ഒരു കോമൺ കമൻ്റാണ് കൂടുതലായിട്ട് ചോദിച്ചത്. ഞാൻ അതിൽ രണ്ടിലും മിസ്റ്റേക്ക് ബുക്ക് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തിരുന്നു. ഞാൻ ഇപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻസ് ആയാലും ഞാൻ തിയറിയൊക്കെ ഞാൻ മിസ്റ്റേക്ക് ബുക്കിൽ എഴുതിയെന്നു എന്നുള്ളൊരു പോയിന്റ് ഞാൻ അതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഈ മിസ്റ്റേക്ക് ബുക്കിനെ കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ മിസ്റ്റേക്ക് ബുക്ക് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, മിസ്റ്റേക്ക് ബുക്കിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ആ ഡൗട്ടാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയട്ടെ, ഈ മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്സിനും ഓർഗാനിക് കെമിസ്ട്രിക്കും മാത്രമല്ല, ഫിസിക്സിനായാലും കെമിസ്ട്രീൻ്റെ ഓർഗാനിക്, ഇനോർഗാനിക്, ഫിസിക്കൽ ഇതായാലും പിന്നെ ബയോളജിക്ക് വരെ ഈ 3 സബ്ജക്ട്സിന് ഞാൻ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കിയിരുന്നു. ഈ മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറയുമ്പോൾ പലരും ഭയങ്കര വലിയ സംഭവം വിചാരിച്ചു. ഒന്നുമില്ല, ഒരു സിമ്പിൾ നോട്ട്ബുക്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻസും തിയറിയൊക്കെ എഴുതിയേക്കാണ്. ശരിക്കും ഞാൻ കെമിസ്ട്രിക്ക് ഉണ്ടാക്കിയ എൻ്റെ മിസ്റ്റേക്ക് ബുക്ക്, ഞാൻ നീറ്റിൻ്റെ ടൈമിൽ ഉണ്ടാക്കിയ മിസ്റ്റേക്ക് ബുക്ക് എൻ്റെ അടുത്തുണ്ട്. ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ വീഡിയോയിൽ വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഓരോ സബ്ജക്റ്റ് വൈസ് എങ്ങനെയാണ് മിസ്റ്റേക്ക് ബുക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തതെന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഫിസിക്സിൽ പോകാം. ഫിസിക്സിൽ വരുമ്പോൾ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു ബുക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് എടുത്തൊക്കെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടാതായിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു അസംഷൻ്റെ ബേസിൽ വെറുതെ മാർക്ക് ചെയ്തിട്ട് കറക്കി കുത്തി കറക്റ്റ് ആവുന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ആ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഫിസിക്സിൻ്റെ മിസ്റ്റേക്ക് ബുക്കിൽ എഴുതുന്നത്. പ്ലസ് ന്യൂ കൺസെപ്റ്റ്സ്, ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ പുതിയ തിയറി വല്ലതും കിട്ടും. അപ്പോൾ അതൊക്കെ NCERT ലെവലാണെങ്കിൽ, NCERT റിലേറ്റഡ് ആണെങ്കിൽ ഞാൻ അതിൻ്റെ മിസ്റ്റേക്ക് ബുക്കിൽ എഴുതി വെച്ചിരുന്നു. അതാണ് ഫിസിക്സിൻ്റെ കേസിൽ. ഇനി കെമിസ്ട്രിയിലേക്ക് വരാം. കെമിസ്ട്രിയിൽ വരുമ്പോൾ ഫിസിക്കലായാലും ഓർഗാനിക് കെമിസ്ട്രി ആയാലും ഞാൻ ഫിസിക്സിനെ പോലെ തന്നെ ഫിസിക്സ് പറഞ്ഞ പോലെ തന്നെ MCQ പ്ലസ് തിയറി എഴുതിയിരുന്നു. ഇനി ഇനോർഗാനിക് കെമിസ്ട്രി വരുമ്പോൾ MCQ എഴുതിയിരുന്നു പ്ലസ് അതിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ റിലേറ്റഡ് തിയറി, ലൈൻ ഓർ ബോക്സ് ഓർ ഡയഗ്രാം. അതായത് ഇപ്പോൾ എനിക്കൊരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ കിട്ടിയില്ല എന്ന് വരാം. അപ്പോൾ ഞാൻ അത് NCERT ഏതെങ്കിലും ഒരു ലൈനിൽ നിന്നാവുമല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ലൈന് ഞാൻ NCERT എക്സാക്ട് ലൈന്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഏതെങ്കിലും ബോക്സ് നിന്നാവുക, അല്ലെങ്കിൽ ഡയഗ്രത്തിൽ നിന്നാവുക. അപ്പോൾ എക്സാക്ട് ലൈന് അല്ലെങ്കിൽ ഡയഗ്രാം ഓർ ബോക്സ് ഞാൻ അവിടെ റെഫർ ചെയ്ത് വെച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഫിഗർ, ഒരു എക്സാമ്പിൾ 13.5 ഒരു ഫിഗർ, അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതി വെക്കും, എന്നിട്ട് റെഫർ ഫിഗർ 13.5 എന്നുള്ളത് എഴുതി വെച്ചിരുന്നു. ഇനി നെക്സ്റ്റ് സബ്ജക്റ്റ് വരുമ്പോൾ ബയോ എന്ന് പറഞ്ഞാൽ ഇനോർഗാനിക് കെമിസ്ട്രി പോലെ തന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് NCERT റിലേറ്റഡ് ആണെങ്കിൽ ആ ലൈന് ഞാൻ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ എഴുതി വെക്കും. ഇനി വീഡിയോ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു പോയിന്റ് പറയട്ടെ. ഇപ്പോൾ ഈ സൂപ്പർ മെൻറ്ററിങ്ങിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് എന്നോട് ശരിക്കും 1-to-1 ആയിട്ട് നിങ്ങൾക്ക് ഒരു വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം. അത് നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി പോലെ ഉണ്ടാക്കുകയാണ്. അതിൽ നിങ്ങൾ ഈ 7593875062 ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കുക. ഈ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. അതിൻ്റെ നമുക്ക് കണക്ട് ചെയ്യാം വാട്സപ്പ്. ഇനി ഞാൻ സാമ്പിളായിട്ടുള്ള എൻ്റെ മിസ്റ്റേക്ക് ബുക്ക് കാണിക്കുക. ഈ മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ മിസ്റ്റേക്ക് ബുക്ക്. ഇത് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ചെയ്തിരിക്കണം MCQ കെമിസ്ട്രി. അത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇതങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ട ആ ഫസ്റ്റ് പേജാണിതാ. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് MCQ കെമിസ്ട്രി, അതായത് കെമിസ്ട്രീൻ്റെ MCQക്ക് വേണ്ടിയുള്ള മിസ്റ്റേക്ക് ബുക്കാണത്. ഇതിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഫിസിക്കൽ കെമിസ്ട്രീൻ്റെ ഇത് കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയേക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എഴുതിക്കും അതിൻ്റെ സൊല്യൂഷനും ഞാൻ അതിൽ എഴുതി വെച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ കണ്ടോ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിരുന്നു. ഇതായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് വരികയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയിലും ഞാനിതാ ഇങ്ങനെ ഇത് നിങ്ങൾ എന്ത് വിചാരിക്കും, ഇത് ഭയങ്കര ക്വസ്റ്റ്യൻസ് ഭയങ്കര ലെവലാണല്ലോ. ഇതിൻ്റെ എൻഡിൽ പറയുന്നുണ്ട്. ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ JEE മെയിൻസും JEE മെയിൻസും എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു. പിന്നെ JEE അഡ്വാൻസ്ഡും ഞാൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വെച്ച് ഞാൻ ക്വാളിഫൈ ചെയ്തതാണ്. പക്ഷേ മാത്സിൻ്റെ മാർക്ക് കാരണം ഞാൻ ഡിസ്ക്വാളിഫൈ ആയി. അപ്പോൾ ഞാൻ JEE അഡ്വാൻസ് എൻ്റെ മൈൻഡിൽ ചെറുതായിട്ടുണ്ടായിരുന്നു. JEE അഡ്വാൻസും സൂപ്പർ ആക്കാനുള്ള രീതിയിൽ ഞാൻ കുറച്ച് നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസും എഴുതി വെച്ചിരുന്നു. ഇത് ഞാൻ വീഡിയോൻ്റെ എൻഡിൽ പറയുന്നുണ്ട്. ഇനി ഇതെന്ന് പറഞ്ഞാൽ PYQ.
എന്ന് പറഞ്ഞാൽ നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് ഞാൻ സെപ്പറേറ്റ് വേറൊരു പേജിൽ തന്നെ ആക്കി വെച്ചിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യും, വേറൊരു സെപ്പറേറ്റ് പേജിൽ ഇപ്പോൾ അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇതൊക്കെ നിങ്ങൾ എന്താവും നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഇതങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ നീറ്റ് മാത്രമല്ല JEE മെയിൻ്റെ 2019 അത് ഞാൻ എന്ത് സെപ്പറേറ്റ് ആയിട്ട് JEE മെയിൻ എഴുതിയിരുന്നു. 2019 NTA നടത്തിയ JEE മെയിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഞാൻ ഇതിൽ എഴുതി വെച്ചിരുന്നു. ഇനി പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിയറി, ഇങ്ങനത്തെ തിയറി ഞാൻ NCERT റിലേറ്റഡ് ആയിട്ടുള്ള തിയറി പോയിന്റ്സും ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഈ മിസ്റ്റേക്ക് ബുക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നീറ്റാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ നീറ്റിന് വേണ്ടി മിസ്റ്റേക്ക് ബുക്ക് ഇനിയിപ്പോൾ ക്രാഷ് കോഴ്സിൻ്റെ ടൈമിൽ നിങ്ങൾ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ലെവൽ മൈൻഡിൽ വെക്കണം. നീറ്റിൻ്റെ ലെവൽ തന്നെ ഇപ്പോൾ NCERT ബേസ്ഡ് തിയറി മാത്രമേ. അപ്പോൾ നിങ്ങൾ പറയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ ഈ മിസ്റ്റേക്ക് ബുക്കിൽ ഭയങ്കര ലെവലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു. അപ്പം ഞാൻ JEE അഡ്വാൻസ്ഡ് വരെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഏതായാലും ഇത്ര ആയതല്ല, അപ്പം JEE അഡ്വാൻസ്ഡും കൂടെ ഒന്ന് നോക്കാന്നുള്ളത് മൈൻഡിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അത് ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ടൈമും ഇല്ല. അപ്പോൾ ആ ഒരു ഫാക്ടർ മൈൻഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, നീറ്റിൻ്റെ ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ലെവല് നിങ്ങൾ മൈൻഡിൽ വെക്കണം. നീറ്റിൻ്റെ ലെവൽ മാത്രമേ വെക്കണം. രണ്ടാമത്തെ പറഞ്ഞാൽ ഇനിയിപ്പോൾ തിയറി എഴുതുകയാണെങ്കിൽ നിങ്ങൾ NCERT ബേസ്, അത് നിങ്ങളിപ്പോൾ എൻ്റെ ബുക്കിൽ ചിലപ്പോൾ കുറച്ച് അഡീഷണൽ തിയറി കാണാം. അത് ഞാൻ എന്താണ് JEE അഡ്വാൻസ്ഡ് JEEൻ്റെ ഞാൻ നോക്കണോണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നീറ്റിന് മാത്രമാണെങ്കിൽ നീറ്റ് ബേസ്, അതായത് NCERT ബേസിൻ്റെ NCERT റിലേറ്റ് ചെയ്ത MCQs ആൻഡ് തിയറി മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ചിലവരൊക്കെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും എന്ത്, ഇപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതാൻ, ഇപ്പോൾ ഒരു ബുക്കിൽ നിന്ന് എടുത്ത് എഴുതുക, പിന്നെ ഒരു ബുക്കിൽ വേറെ ബുക്കിലാക്കി വെക്കുക, അങ്ങനെ ആകുമ്പോൾ കുറേ അത് ഭയങ്കര ഹെക്ടിക്കാണ്, എനിക്ക് കുറേ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യും, അത്ര ടൈമൊന്നും എനിക്കില്ല, എനിക്ക് മടിയാണ്, അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക് ഞാൻ എന്താ വെച്ചാൽ, ഇപ്പോൾ പലരും എന്ത് പറയും, നിങ്ങളെ മോക്ക് ടെസ്റ്റ് നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് റൗണ്ട് ചെയ്ത് വെക്കും പേപ്പറിലാണെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പോൾ MCQ ഒരു ബുക്കിൽ നിന്ന് ചെയ്യണമെങ്കിൽ ആ ബുക്കിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുന്നവരുണ്ട്. എന്നിട്ട് പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ ആ റൗണ്ട് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻ അതിന്ന് പോയിട്ട് റിവൈസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇതിനെ പോലെ ഇങ്ങനെ ക്വസ്റ്റ്യനും സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവരോടെന്ന് പറയാൻ വെച്ചാൽ നിങ്ങൾ നിങ്ങളെ മെത്തേഡ് ഫോളോ ചെയ്യുക, നിങ്ങൾ എങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെ ഫോളോ ചെയ്യുക. ഇപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ ഞാൻ ഫോളോ ചെയ്ത മെത്തേഡ് അത് വിചാരിച്ച് നിങ്ങൾ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. അപ്പോൾ എങ്ങനെ എന്ത് ചെയ്യുക, ഈ മെത്തേഡിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിട്ടൻഷൻ ഭയങ്കരമായിട്ട് കൂടും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് സോൾവ് ചെയ്യണം, നിങ്ങൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെയും വരില്ലാതെ ഇതിലെന്താ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുകയാണ്. ഇപ്പോൾ ചില റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ പ്രൂവ് ചെയ്യേണ്ടത് ഈ എഴുതണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവും, എഴുതി പഠിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ റീഡ് ചെയ്യുന്നതിലേറെ എത്രയോ നിങ്ങളുടെ മൈൻഡിൽ റിട്ടൻഷൻ കൂടും. അപ്പോൾ ഈ റിട്ടൻഷൻ കൂടുക എന്നുള്ളത് ഈ പോയിന്റ് ഈ ഒരു മെത്തേഡിൻ്റെ ഭയങ്കരമായിട്ടുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഫ്രണ്ടിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എന്താണ് ഇനി അടുത്ത വീഡിയോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.